ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ 1 കിലോ തക്കാളി ഞാൻ അതിനെടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെക്കണം. ഇനി അതിലേക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെ നോക്കാം. ഒരു ചെറിയ ബീട്രൂട്ട് എടുത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി അല്ലി അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു ഫ്ലേവറിന് മാത്രം. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു പിന്നെ ഒരു പട്ടയും ഇട്ടിട്ട് അത് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഒന്നും കൂടി നിങ്ങളൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടി ഒരു 10 മിനിറ്റ് തീരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെക്കാം. അതൊന്ന് 10 മിനിറ്റും കൂടി വേവണമല്ലോ. അപ്പോൾ ഓക്കെ, 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നല്ലോണം ബീട്രൂട്ടിൻ്റെ കളറൊക്കെ അതിൽ പിടിച്ച് നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഇളക്കണം. യോജിപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്തിരുന്നല്ലോ. അപ്പോൾ അത് മാറ്റിയെടുക്കണം കേട്ടോ. അതിങ്ങോട്ട് മാറ്റിയെടുക്കാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് മാറ്റിയെടുത്ത് നമുക്ക് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ ജാറിലേക്ക് ഇതിട്ടിട്ട് ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു അരിപ്പ എടുത്തിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. തട്ടും തടവൊന്നുമില്ല, തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കോപ്പ സോസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അത് ഒന്ന് കുറുക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടി അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ 10-15 മിനിറ്റ് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇനി ചേർക്കാനുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു 8 സ്പൂണ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം, നല്ലോണം കുറുക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാണെന്ന് ശ്രദ്ധ വേണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് കുറുക്കി ഇളക്കിയതിന് ശേഷം ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ചേർത്തു ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് വിനീഗറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ പുളിത്തക്കാളി ആണെങ്കിൽ വിനീഗർ ചേർക്കുമ്പോൾ കൂടുതൽ പുളിയായിപ്പോവും. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് ജ്യൂസ് തക്കാളിയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം കുറുക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും 1 മാസമൊക്കെ വെക്കാൻ പറ്റും. കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.